ഗോവിന്ദച്ചാമിക്ക് എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദച്ചാമിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഗോവിന്ദച്ചാമിക്ക് എല്ലാവരും കൂടെ പിരിവിട്ടിട്ട്, ജയിലിൽ പാറാവിരിക്കുന്ന എല്ലാവരും കൂടെ പിരിവിട്ടിട്ടേ ഒരു ഇരുമ്പ് നിക്കർ മേടിച്ചിട്ട് കൊടുക്കണം. ഇരുമ്പ് നിക്കർ മേടിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ, നിക്കറിൻ്റെ സൈഡിൽ ഒരു കൊളുത്ത്, മനസ്സിലായില്ലേ? എന്നിട്ട് ആ ഇരുമ്പ് നിക്കറിൽ ഒരു തുടലങ്ങണം കെട്ടിയിടണം. എന്നാലേ ഉള്ള ഒരു ഗുണം എന്തിനാണെന്ന് അറിയാമോ? എന്തായാലും ഗോവിന്ദച്ചാമി നിങ്ങളെന്ന് എടുത്ത് ചാടി അവ ഓടി രക്ഷപ്പെടും. എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ പൂട്ടുണ്ടല്ലോ, ലോക്കർ കണക്ക് ലോക്കാക്കിയിട്ട് അതിൻ്റെ പൂട്ട് അവിടുത്തെ മെയിൻ പാറാവുകാരെ കൈ വെച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഗോവിന്ദച്ചാമി ജയിൽ എന്തായാലും അവൻ ചാടും, ഉറപ്പാണ്, ഇനിയും ചാടും. അപ്പോൾ അവൻ ചാടിയെന്നറിഞ്ഞ ഉടനെ ഈ ചാവി ഇരിക്കുന്ന പാറാവുകാരെ ഈ ചാവി എടുത്ത് കാട്ടിൻ്റെ ഇടയിലോട്ട് എറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും കിണറ്റി എടുത്ത് എറിയണം. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൊതുജനത്തിന് ഒരു സമാധാനമുണ്ട്. എന്താണെന്നറിയാമോ? എന്തായാലും ഗോവിന്ദച്ചാമി ചാടിയ സ്ഥിതിക്ക് എന്തായാലും അവൻ ഈ ഇരുമ്പ് നിക്കറാണല്ലോ ഇട്ടേക്കുന്നത്. ഈ ഇരുമ്പ് നിക്കർ ഇട്ടേക്കുന്നുണ്ട്. ഈ ഇരുമ്പ് നിക്കർ പൊട്ടിക്കുന്നവരെങ്കിലും സാധാരണക്കാർ സുരക്ഷിതരായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ നോക്കണം. അത് നിങ്ങളെ കൊണ്ട് പൈസ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജിലോ, അതല്ലെങ്കിൽ വണ്ടിയുടെ ഫൈനിലോ, അതല്ലെങ്കിൽ വെള്ളക്കരത്തിലോ എന്തിനെങ്കിലും ഒത്തിരി പൈസ കൂട്ടി, ഉടനെ കൂട്ടണം, എന്തിനെങ്കിലും കൂട്ടണം, പൊതുകരത്തിലോ എന്തിനെങ്കിലും കൂട്ടി അതിനുള്ള പൈസ ഒപ്പിച്ചിട്ട് ആ ഇരുമ്പ് നിക്കറുണ്ടാക്കി ഗോവിന്ദസ്വാമിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും വണക്കം.